നമസ്കാരം. ഏവരുടെയും വീടുകളിൽ വരുന്നതായ ഒരു പക്ഷിയാണ് കാക്ക. കാക്കയുമായി ബന്ധപ്പെട്ട് നിരവധിയാർന്ന വിശേഷണങ്ങൾ തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. ശനിദേവന്റെ വാഹനമാണ്. പിതൃലോകത്തു നിന്നും ദൂതുമായി ഭൂമിയിലേക്ക് വരുന്ന പക്ഷികൾ എന്നും കാക്കയെ വിശേഷിപ്പിക്കുന്നതാണ്. പിതൃക്കളുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്നു. പിതൃപ്രീതിക്കും കാക്കകളുമായി ബന്ധപ്പെട്ട് ആഹാരം നൽകുന്നത് ഉത്തമം തന്നെയാണ്. എന്നാൽ കാക്കയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കാക്കയ്ക്ക് നിങ്ങൾ ആഹാരം നൽകുന്നവരാണ് എങ്കിൽ, കാക്ക ആഹാരം സ്വീകരിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും ആ വീടുകളിൽ ഇത്തരത്തിൽ ഒരു അംഗം ഉണ്ടായിരിക്കുന്നതാണ്. ആ വീട്ടിലെ സ്ത്രീ ഇപ്രകാരമായിരിക്കും എന്നതാണ് വാസ്തവം. അങ്ങനെയുള്ള വീടുകളിൽ തീർച്ചയായും കാക്ക വരികയും കാക്ക നൽകുന്നതായ ആഹാരം സ്വീകരിക്കുകയും ചെയ്യും. ആ വീടുകളിൽ അത് ഐശ്വര്യത്തിന്റെ സൂചനയായി തന്നെ കണക്കാക്കുവാൻ സാധിക്കുന്നതാണ്. ഞാൻ ഈ പരാമർശിക്കുന്ന ലക്ഷണം നിങ്ങളുടെ വീടുകളിലുള്ള സ്ത്രീകളിൽ ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ട് എങ്കിൽ അത് മഹാഭാഗ്യം തന്നെയാണ്. ഏവരും ഒരു നിമിഷം സാക്ഷാൽ ശനീശ്വരനെ വന്ദിക്കുക. ഓം ശനീശ്വരായ നമഃ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രമിക്കുക. ആദ്യത്തെ ലക്ഷണമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ പലർക്കും മുൻകൂട്ടി കണ്ട് തീരുമാനങ്ങൾ എടുക്കുവാൻ, പ്രവർത്തിക്കുവാൻ, ചിന്തിക്കുവാൻ സാധിക്കണം എന്നില്ല. എന്നാൽ ഈ സ്ത്രീകൾ തീർത്തും വ്യത്യസ്തരാണ്. ആ വീടുകളിൽ തീർച്ചയായും ആ വീട്ടിലെ അംഗങ്ങൾ ഇപ്രകാരം മുൻകൂട്ടി കാര്യങ്ങൾ കണ്ട് ചെയ്യുന്നവരായിരിക്കും. അത് മഹാഭാഗ്യമായി തന്നെ പരാമർശിക്കാം. അതിനാൽ തന്നെ പല കാര്യങ്ങളും തങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ പ്രത്യേകമായ കഴിവ് ഇവർക്ക് വന്ന് ചേരാവുന്നതുമാണ്. ഏതൊരു കാര്യം ഇവർ ചെയ്യുകയാണ് എങ്കിലും ആ കാര്യം കൃത്യതയും വ്യക്തതയുമുള്ള കാര്യങ്ങളായിരിക്കും. അപ്രകാരമായിരിക്കും ഏതൊരു കാര്യത്തെയും ഇവർ സമീപിക്കുക. അതിനാൽ തന്നെ കൂടെയുള്ളവർക്ക് പോലും അത് അത്ഭുതമായി തോന്നാം. എത്ര തന്നെ പ്രതിസന്ധി ഘട്ടമാണ് എങ്കിൽ പോലും ഇവർ ചെയ്യുന്നതായ കാര്യങ്ങളിൽ കൃത്യതയും വ്യക്തതയും പ്രകടമാകുവാൻ സാധിക്കുന്നു എന്നതാണ് വാസ്തവം. പലപ്പോഴും തെറ്റ് കാണുകയാണ് എങ്കിൽ പലരും ബന്ധങ്ങൾ തകരുമോ, അവർക്ക് ദേഷ്യം തോന്നുമോ എന്ന് വിചാരിച്ച് പലരും പറയാതിരിക്കുന്നവരുണ്ടാകാം. എന്നാൽ ഇവർ നേരെ തിരിച്ചാണ്. തെറ്റ് കാണുകയാണ് എങ്കിൽ അതിൽ സ്നേഹബന്ധം നോക്കാതെ തന്നെ അത് തെറ്റാണ് എന്നും തിരുത്തണം എന്ന് പരാമർശിക്കുന്ന വ്യക്തികളാകും. അതിൻ്റെ പേരിൽ തർക്കങ്ങൾ ഉണ്ടായി എന്ന് വരാം. ആ വ്യക്തികൾ സുഹൃത്ബന്ധം ഉപേക്ഷിക്കുകയോ ബന്ധം ഉപേക്ഷിക്കുകയോ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ ശത്രുപക്ഷത്തേക്ക് വന്ന് ചേർന്നു എന്ന് വരാം. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ നിലപാടിൽ ഉറച്ച് നിൽക്കുന്നവരാണ്. തെറ്റ് കണ്ടാൽ അത് തെറ്റാണ് എന്ന് പറയുവാൻ ധൈര്യമുള്ള വ്യക്തികളാണ് ഇവർ. അത് മുഖത്ത് നോക്കി പറയും എന്നതാണ് വാസ്തവം. മറ്റുള്ളവരുടെ സഹായം ആഗ്രഹിക്കില്ല എന്നതാണ് വാസ്തവം. സ്വയം കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും എന്ന വിശ്വാസം ഇവർക്കുണ്ട്. അതിനാൽ തന്നെ മറ്റുള്ളവരുടെ സഹായത്തിന് കാത്തു നിൽക്കാതെ കാര്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്ന വ്യക്തികൾ തന്നെയാണ് ഇവർ. തനിക്ക് അർഹതപ്പെട്ടതായ വിജയങ്ങൾ, കാര്യങ്ങൾ ഇവർ സ്വന്തമാക്കും എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. അത്തരത്തിൽ മുന്നോട്ട് പോകുന്നതായ വ്യക്തികൾ കൂടിയാണ് ഇവർ. മറ്റൊരു കാര്യമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് ഇവർ എന്തു തന്നെ സഹായം മറ്റുള്ളവരിൽ നിന്നും സ്വീകരിക്കുകയാണ് എങ്കിൽ, അഥവാ മറ്റുള്ളവർ ഇവർക്ക് വേണ്ടി ചെയ്ത ആ കാര്യങ്ങൾ ഇവർ മറക്കുന്നവരല്ല. ഇവരത് മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ്. തനിക്ക് നൽകിയതായ സഹായം തിരികെ സഹായിക്കുകയോ അത്തരത്തിൽ വളരെയധികം നന്ദി അവരോട് പ്രകടിപ്പിക്കുന്ന വ്യക്തികൾ കൂടിയാണ് ഇവർ. എന്നാൽ ഇവർ ചെയ്യുന്നതായ കാര്യങ്ങൾ മറ്റുള്ളവർ മറക്കും. അവർ അത്തരം കാര്യം ചെയ്തു എന്ന ചിന്ത പോലും അവരുടെ മനസ്സിൽ ഉണ്ടാകണം എന്നില്ല. പല അവസരങ്ങളിലും അവരിൽ നിന്നും തിരിച്ചടികൾ ഇവർക്ക് നേരിടേണ്ടതായ സാഹചര്യം വന്നു ചേരും. ഇവർ മൂലം നിങ്ങൾക്ക് വളരെയധികം വിഷമതകൾ അനുഭവിക്കേണ്ടതായി വരാം. അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തിയാലോ സംസാരത്താലോ
നിങ്ങൾക്ക് വിഷമം തോന്നുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. അതിനാൽ ഇവർ ചെയ്യുന്നതായ സഹായങ്ങളിൽ പലതും മറ്റുള്ളവർ മറക്കുന്നതായ സാഹചര്യം വന്നു ചേരാം. നന്മ ആഗ്രഹിച്ചാണ് പല കാര്യങ്ങളും ചെയ്യുക. പല വ്യക്തികളുടെയും അല്ലെങ്കിൽ ചെയ്യുന്നതായ പ്രവൃത്തികളാണ് എങ്കിലും അത് വിജയം ആഗ്രഹിക്കുകയോ നന്മ ആഗ്രഹിച്ചോ പല കാര്യങ്ങൾ പറയുകയോ ചെയ്യുകയോ ചെയ്യും. എന്നാൽ അത് ഇവർക്ക് തന്നെ വിനയായി മാറും. തിരിച്ചടികൾ നേരിടേണ്ടതായി വരാം. നല്ലത് ചെയ്ത് മാനഹാനി നേരിടേണ്ടതായി വരുന്ന സാഹചര്യമാണ് ഇവർക്ക് ഉണ്ടാവുക. കഠിനാധ്വാനികളാണ് ഇവർ. ഏത് കാര്യവും കഠിനാധ്വാനത്തിലൂടെ നേടിയെടുക്കണം എന്ന് ആഗ്രഹിക്കുകയും നിരന്തരമായി കാര്യങ്ങൾക്കായി അല്ലെങ്കിൽ പല കാര്യങ്ങൾക്കായി പ്രയത്നിക്കുന്നവരോ പരിശ്രമിക്കുന്നവരോ ആകും ഇവർ. അതിനാൽ തന്നെ കഠിനാധ്വാനികളായി തന്നെ പരാമർശിക്കാം. ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ തൽപരരായ വ്യക്തികളാണ്. ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ വിശ്വാസം ഉള്ളവരാണ്. ഈശ്വരാധീനം ഇവരിൽ എപ്പോഴും പ്രകടമാകും. ഇവർ ചെയ്യുന്നതായ പ്രവൃത്തികളിൽ, ഇവർ പറയുന്നതായ കാര്യങ്ങളിൽ എല്ലാം തന്നെ ഈശ്വരാധീനം നിഴലിച്ചു നിൽക്കും. കാരണം ശരിയായ കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് ഇവർ. ഈശ്വര വിശ്വാസികളാണ് എന്ന് തന്നെ പരാമർശിക്കാം. നല്ല മനസ്സിന് ഉടമകളാണ്. എന്നാൽ പലപ്പോഴും മറ്റുള്ളവർ ഇവരുടെ നല്ല മനസ്സ് കാണണം എന്നില്ല. പരോപകാരികളാണ്. മറ്റുള്ളവർക്ക് വളരെയധികം സഹായം ചെയ്യണം, അവർക്കൊപ്പം വിഷമഘട്ടത്തിൽ ഒപ്പം നിൽക്കണം എന്ന് ആഗ്രഹിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന വ്യക്തികൾ കൂടിയാണ് ഇവർ. മറ്റുള്ളവരുടെ തെറ്റ് പെട്ടെന്ന് തന്നെ ഇവർക്ക് തിരിച്ചറിയുവാൻ സാധിക്കും. അത് തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിക്കുവാൻ ഇവർക്ക് സാധിക്കുകയും ചെയ്യും. പലർക്കും സാധിക്കാത്തതൊരു കാര്യം തന്നെയാണ് ഇത്. പലപ്പോഴും തെറ്റ് വളരെ വൈകിയായിരിക്കും പലർക്കും മനസ്സിലാവുക. എന്നാൽ ഇവർക്ക് തുടക്കത്തിൽ തന്നെ അത് തെറ്റാണ് എന്നും അത് ദോഷകരമായി ഭവിക്കും എന്ന വ്യക്തമായ ബോധ്യം ഇവർക്ക് വന്നു ചേരും. അതവർ പ്രകടമാക്കുകയും ചെയ്യും. മറ്റുള്ളവരെ പെട്ടെന്ന് മനസ്സിലാക്കുക എന്നത് പലരും പരാജയപ്പെട്ടു പോകുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഇവർ നേരെ തിരിച്ചാണ്. മറ്റുള്ളവരെ ശരിയായ രീതിയിൽ മനസ്സിലാക്കുവാനും അവർക്ക് വേണ്ടതായ കാര്യങ്ങൾ ചെയ്യുവാനും അവർക്കൊപ്പം നിൽക്കുവാനും പ്രത്യേകമായ കഴിവ് ഉള്ളതാണ്. അത് പല അവസരങ്ങളിലും ജീവിതത്തിൽ പ്രകടമാക്കി മുന്നോട്ട് പോകുന്ന വ്യക്തികൾ കൂടിയാണ് ഇവർ. അത്രമേൽ പ്രത്യേകതകൾ ഇവർക്കുണ്ടാകും. പെട്ടെന്ന് ക്ഷമിക്കുന്നവരാണ്. മറ്റുള്ളവർ മൂലം പലവിധ വിഷമതകൾ, തിരിച്ചടികൾ നേരിട്ടാൽ പോലും അവരോട് ക്ഷമിക്കുവാൻ, പൊറുക്കുവാനുള്ള ഒരു മനസ്സ് ഇവർക്കുണ്ട്. അത് ജീവിതത്തിൽ ഉടനീളം ഇവർക്ക് പ്രകടമാകുന്ന ഒരു ലക്ഷണം കൂടിയാകുന്നു. ആർക്കും നന്മ മാത്രമേ ഇവർ ആഗ്രഹിക്കൂ. മറ്റുള്ളവരുടെ ഉയർച്ച ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്നവരാണ് ഇവർ. മറ്റുള്ളവർക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകുകയും അവരുടെ ഉയർച്ചയ്ക്ക് ആവശ്യമായ പിന്തുണ, സഹായങ്ങൾ ജീവിതത്തിൽ എപ്പോഴും ചെയ്യുന്നവർ കൂടിയാണ് ഇവർ. പ്രകൃതിയെ വളരെയധികം സ്നേഹിക്കുന്നവരാണ്. അതിനാൽ പ്രകൃതിക്ക് ദോഷം സംഭവിക്കുന്നതായ പല കാര്യങ്ങളും ഇവർക്ക് വളരെയധികം വിഷമങ്ങൾക്ക് കാരണമായി തീരും. ലളിതമായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ്. പണമുണ്ട് എങ്കിലും ഇല്ല എങ്കിലും ലളിതമായി ജീവിക്കുന്ന വ്യക്തികൾ തന്നെയാണ് ഇവർ. അതും ഇവരുടെ ഒരു പ്രത്യേകതയായി തന്നെ പരാമർശിക്കാം. പലരും മടിക്കുന്നതായ ഒരു കാര്യമാണ് ത്യാഗം എന്നത്. പലപ്പോഴും പലരും ത്യാഗം ചെയ്യുവാൻ വിസമ്മതിക്കുന്നവരാണ്. എന്നാൽ ഇവർ നേരെ മറിച്ചാണ്. പല കാര്യങ്ങളും വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്തിട്ടുള്ള വ്യക്തികളാണ്. എന്നാൽ അവർ അതെല്ലാം മറക്കുന്നു എന്നതാണ് വാസ്തവം. മറ്റുള്ളവർ ആ കാര്യങ്ങൾ പെട്ടെന്ന് മറക്കും. അതിനാൽ ഇവരെ തിരിച്ചറിയണം എന്നില്ല. പലപ്പോഴും ഇവരുടെ മനസ്സ് ഇവർ എന്താണ് എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കാത്തതായ സാഹചര്യമുണ്ട്. അത് ഇവരിൽ മാത്രം ഒതുങ്ങുന്നതായ കാര്യമായി മാറും. ആ ത്യാഗങ്ങൾ മറ്റുള്ളവർ പെട്ടെന്ന് മറക്കും എന്നതാണ് വാസ്തവം. ഈ പരാമർശിക്കുന്നതായ ലക്ഷണങ്ങൾ നിങ്ങളുടെ വീട്ടിലെ അംഗത്തിനുണ്ട് എങ്കിൽ തീർച്ചയായും ആ വീട്ടിൽ കാക്ക വരികയും പിതൃപ്രീതിയാലും സാക്ഷാൽ പരമശിവന്റെയും ശനീശ്വരന്റെയും അനുഗ്രഹത്താലും പിതൃപ്രീതിയാലും കാക്ക ആഹാരം സ്വീകരിക്കും എന്നതാണ് വാസ്തവം.